തികച്ചും സ്റ്റൈലിഷായ ഒരു 3BHK കണ്ടംപററി വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് മെയിൻ റോഡിനും ബസ് സ്റ്റോപ്പിനും തൊട്ടടുത്ത് തന്നെ നാച്ചുറൽ ഫ്രണ്ട്ലിയും പീസ്ഫുള്ളുമായി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കും ഈ വീട്. വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അറിയുന്നതിനായി വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം തച്ചോട്ടുകാവ് കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്ക് ദർശനം തന്നെ കൊടുത്തുകൊണ്ട് കാണാൻ കഴിയുന്നത് പോലെ നല്ല ഭംഗിയിൽ തന്നെ ഫ്രണ്ട് എക്സ്റ്റീരിയർ ഡിസൈൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് വീടുകൾ അടങ്ങുന്ന നല്ലൊരു VIP കമ്മ്യൂണിറ്റി റെസിഡൻഷ്യൽ ഏരിയയുടെ പാർട്ട് തന്നെയാണിത്. ഇവിടെ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് 2 വീടുകളാണ്. ഇതുകൂടാതെ 2 വീടുകളുടെ പണി നടക്കുന്നുമുണ്ട്. ഈ വീടുകളുടെയൊക്കെ ഡീറ്റെയിൽസ് അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഇനി ഈ വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഫ്രണ്ടിലെ ഒരു സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് ഗേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫുള്ളി ഇന്റർലോക്ഡ് ആയ ഒരു ഫ്രണ്ട് യാർഡ് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. മുറ്റത്ത് തന്നെ പല പൊസിഷൻസിലായി ഗാർഡനിങ് ഓർ പ്ലാന്റേഷൻ പ്രൊവിഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നതും കാണാം. ഇതിൽ ഏറ്റവും ബെസ്റ്റായി എടുത്തു പറയേണ്ട കാര്യം വീടിന്റെ ഫ്രണ്ട് ഫെസൈഡ് മുഴുവനായി ഒരു പ്രീമിയം ലക്ഷറി ലുക്കിൽ വുഡൻ തീമിൽ തന്നെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളതെന്നതാണ്. ഇനി ഈ വീടിന്റെ ഭാഗത്തേക്ക് വന്നാൽ വീടിന്റെ പ്രൈമറി വാട്ടർ സോഴ്സായ കിണർ കാണാൻ കഴിയും. ഇതുകൂടാതെ പൈപ്പ് ലൈൻ കണക്ഷനും അവൈലബിൾ ആണ്. ഈ കിണറിന്റെ സൈഡിലൂടെ കാണുന്ന പോർഷൻ മുഴുവനായി ഗാർഡനിങ് ഓർ പ്ലാന്റേഷൻ പ്രൊവിഷനായി മാറ്റി വെച്ചിട്ടുണ്ട്. വീട്ടിൽ തന്നെ പച്ചക്കറികളൊക്കെ വളർത്തി കൾട്ടിവേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ഏരിയ. മുഴുവനായി സൈഡിലൊക്കെ വുഡൻ പാനൽ ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ സിറ്റ് ഔട്ട് ഏരിയ. ഇതിനോട് ചേർന്ന് തന്നെ കാർ പോർച്ചും അതിന്റെ സീലിംഗ് വർക്സും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ലൊരു വലിയ സിറ്റിംഗ് ഏരിയ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സിറ്റ് ഔട്ട് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിംഗിലും ആ ഒരു സിമിലർ വുഡൻ തീമുള്ള ടൈൽസ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് മുഴുവനായി ഒരു ഓവറോൾ ലക്ഷറി ലുക്കിൽ തന്നെ ഇത് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ വുഡ് വർക്സിനും പ്ലാവും ആഞ്ഞിലി തടികളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ എല്ലാതര ക്യാബിനറ്റ്സും വാർഡ്രോബ്സും ഒക്കെ തടിയിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ടെന്നത് എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. ഈ ഒരു ഫ്രണ്ട് ഡോറിലൂടെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമായ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ് എത്തിച്ചേരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും സെപ്പറേറ്റ് സ്പേസുകളായി തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ വലിയൊരു സിറ്റിംഗ് ഏരിയ തന്നെ അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന സ്പേസോട് കൂടി തന്നെയാണ് ലിവിംഗ് സ്പേസ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഇന്റീരിയർ ഡെക്കറേഷൻസും നല്ല ഭംഗിയിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. ഇവിടെ തന്നെ സ്റ്റെയർ കേസ് ഏരിയയ്ക്ക് തൊട്ടടുത്തായി ഒരു വാട്ടർ ഫൗണ്ടൻ കൂടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു TV തന്നെ ഫിക്സ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാൾ മൗണ്ടഡ് TV യൂണിറ്റ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു എൻട്രൻസിലൂടെയാണ് ഡൈനിങ് സ്പേസ് ഏരിയയിലേക്ക് പോകുന്നത്. ഇവിടെ തന്നെയാണ് കിച്ചണും കാണാൻ കഴിയുന്നത്. വീടിനുള്ളിൽ തന്നെ ഏറ്റവും നല്ലൊരു ഡിസൈനർ സ്പേസ് ആയി തന്നെ നമുക്കിത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി വീടിനുള്ളിലേക്ക് ആദ്യം പ്രവേശിക്കുമ്പോൾ കാണാൻ കഴിയാത്ത പോർഷനിൽ തന്നെ വാഷിംഗ് ഏരിയയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വാഷിംഗ് ഏരിയ ഡിസൈനും ഫിക്സ്ചറിന്റെ ഡിസൈനും ഒക്കെ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ടെന്ന് തന്നെ പറയാൻ കഴിയും. അതിമനോഹരമായ ഒരു സീലിംഗ് ഡിസൈനും വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസിലും കാണാൻ കഴിയുന്ന ഈ ഒരു വുഡൻ തീമുള്ള ഫ്ലോർ ടൈൽസുമാണ് ഡൈനിങ് സ്പേസിനും കൊടുത്തിട്ടുള്ളത്. 3 ബെഡ്റൂമുകൾ അടങ്ങുന്ന ഈ വീടിനുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ഫസ്റ്റ് ഫ്ലോറിൽ 2 കൊടുത്തിരിക്കുന്ന കോമ്പിനേഷൻ. അതിൽ തന്നെ ആദ്യത്തെ ബെഡ്റൂമാണ് ഇവിടെ കാണുന്നത്. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ക്യാബിനറ്റ്സും കബോർഡ് വർക്സും വാർഡ്രോബ്സും എല്ലാം തന്നെ തടിയിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. വളരെയധികം സ്പേഷ്യസ് ആയി ഏകദേശം 14x12 ഫീറ്റ് ഡയമെൻഷനാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കി വെച്ചിട്ടുള്ളത്. മറ്റ് ഇന്റീരിയർ ഡെക്കറേഷൻസിനൊക്കെ പുറമെ എല്ലാ ബെഡ്റൂംസിലും ഒരു വോളിലായി ആർട്ട് വർക്കൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതും ഇതുപോലെ കാണാൻ കഴിയും. ഈ കാണുന്നത് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. കാണുന്ന പോലെ നല്ലൊരു സ്ലീക്ക് ഡിസൈനിൽ ഫ്ലാറ്റ് കളേഴ്സിലൊക്കെ നല്ല പ്രീമിയം ലുക്കിൽ തന്നെ ബാത്റൂംസ് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. വീടിനുള്ളിൽ ഏറ്റവും വലിയ അട്രാക്ഷന് ആ ഒരു മോഡേൺ മോഡുലർ കിച്ചണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാണുന്നത് പോലെ മുഴുവനായി വുഡൻ തീമിൽ തടിയിൽ തന്നെ നിർമ്മിച്ച ക്യാബിനറ്റ്സ് തന്നെയാണ് കിച്ചണിലാകെ മൊത്തം കൊടുത്തിരിക്കുന്നത്. എല്ലാ തരത്തിലും എഫിഷ്യന്റ് ആയ മോഡേൺ ക്യാബിനറ്റ്സ് തന്നെ കിച്ചണിൽ കൊടുത്തിട്ടുണ്ടെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു എൽ ഷേപ്ഡ് കൗണ്ടർ സ്ലാബും സിങ്കും അതിനോടൊപ്പം ഫ്ലെക്സിബിൾ പൈപ്സും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തേക്ക് വന്നാൽ സ്പോക്ക് വെന്റിലേഷനായി ചിമ്മിനി വെക്കാനുള്ള എല്ലാത്തരം പ്രൊവിഷൻസും ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അതും ഇൻസ്റ്റാൾ ചെയ്ത് തരാവുന്നതാണ്. ഓവറോൾ നല്ലൊരു സ്പേഷ്യസ് ആയ മോഡേൺ ഓപ്പൺ കിച്ചൺ തന്നെ ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെയുള്ള ഫോൾ സീലിംഗ് ഡിസൈൻ ആണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ലിവിംഗ് സ്പേസിൽ തൊട്ട് മുന്നേ കണ്ട ഈ ഒരു സ്റ്റെയർ കേസ് ഏരിയയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി പോകുന്നത്. സ്റ്റെയർ കേസ് ഏരിയയുടെ സൈഡിൽ തന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ കൂടെ കൊടുത്തിട്ടുണ്ട്. സീലിംഗിനാണെങ്കിൽ സീ ത്രൂ ഗ്ലാസും ഓപ്പണിംഗ്സും ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ ഈ ഏരിയയിലേക്ക് മാക്സിമം നാച്ചുറൽ ലൈറ്റ് തന്നെ ലഭിക്കാവുന്നതാണ്. അതിനോടൊപ്പം കാണാൻ കഴിയുന്ന പോലെ സൈഡ് വോളിൽ നല്ലൊരു ആർട്ട് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യം ഏരിയ ഒന്നുകൂടെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട് തന്നെ പറയാൻ കഴിയും. ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇവിടെ ആകുമ്പോൾ ഒരു ലിവിംഗ് സ്പേസും 2 ബെഡ്റൂംസും 2 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു തികച്ചും സ്പേഷ്യസ് ആയ ബാൽക്കണിയും റൂഫ് ഫ്ലോറിലേക്ക് പോകുന്ന സ്റ്റെയർ കേസ് ഉള്ള ഒരു ടവറും കാണാൻ കഴിയും. ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ബെഡ്റൂമിന്റെ എല്ലാത്തരം ഫീച്ചേഴ്സും ഇതിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീടിനുള്ളിലെ 3 ബെഡ്റൂംസും സിമിലർ സൈസസിലും സിമിലർ സ്പെസിഫിക്കേഷൻസിലും തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇനി വീടിന്റെ ജനറൽ ഡീറ്റെയിൽസിനും ലൊക്കേഷനെയും പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം തച്ചോട്ടുകാവ് കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 സെന്റിൽ 1750 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 3 ബെഡ്റൂംസും 3 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു ബാൽക്കണി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീടിന്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുള്ളും പീസ്ഫുള്ളുമായ റെസിഡൻഷ്യൽ ഏരിയക്കുള്ളിലാണ്. ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയ വരെയും 5 മീറ്റർ വീതിയുള്ള ടാർ റോഡ് തന്നെ അവൈലബിൾ ആണ്. 2 വീടുകൾ ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫുള്ളി ഇന്റർലോക്ഡ് ഒരു പാത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കടയിലേക്ക് പോകുന്ന മെയിൻ ബസ് റോഡിലാണ് കരിപ്പൂർ എന്ന് പറയുന്ന ഈ ലൊക്കേഷൻ വരുന്നത്. എപ്പോഴും ഫ്രീക്വന്റ് ബസ് റോഡ്സ് അവൈലബിൾ ആയ ഒരു റൂട്ട് ആയതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷനൊന്നും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. ഈ
ഈ മെയിൻ റോഡിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നും വീട് വരെയും 500 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും 9 കിലോമീറ്ററും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്ററുമാണ് വീട് വരെയുള്ള ദൂരം. ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്കും തിരുവനന്തപുരത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്നവർക്കും ഒരുപോലെ ഈസി ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയാണിത്. തിരുവനന്തപുരം സിറ്റി ബോർഡറിലായതുപോലെ നോയ്സും പൊല്യൂഷൻസും ഒന്നും ഒട്ടും അഫക്ട് ചെയ്ത് പീസ്ഫുൾ ആയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയൊരു ഓപ്ഷനാണ് ഈ ഒരു ലൊക്കേഷൻ. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും റൂഫ് ഫ്ലോറിലേക്ക് പോകുന്ന ഈ ഒരു സ്റ്റെയർ കേസ് വഴിയാണ്. ഇവിടെയും വളരെ വിശാലമായ ഒരു ഫ്ലോർ സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഒരു സെക്കൻഡ് ഫ്ലോർ ഒക്കെ കെട്ടുന്നതിനായുള്ള ടവറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് തൊട്ട് മുൻപേ പറഞ്ഞ ഫസ്റ്റ് ഫ്ലോറിലെ വിശാലമായ ആ ഒരു ബാൽക്കണി. കാണുന്നത് പോലെ ഗ്രൗണ്ട് ഫ്ലോറിലെ സിറ്റ് ഔട്ട് ഏരിയയാണ് കാർ പാർക്കിന്റെ അത്രയും സ്പേസ് തന്നെ ഈ ഒരു ബാൽക്കണിയിൽ ലഭിക്കുന്നുണ്ട്. വളരെ വലിയൊരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്ത് ഒരു ഈവനിംഗ് ടൈമൊക്കെ ചായ കുടിച്ച് പീസ്ഫുൾ ആയി ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയൊരു സ്പോട്ട് തന്നെയാണിത്. 4 സെന്റിൽ 1750 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 3 ബെഡ്റൂംസും 3 അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച ഈ ഒരു മനോഹരമായ 3 BHK വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 73 lakhs ആണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ തന്നെയാണ്. വീട് വാങ്ങുന്നതിനായി 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. വീട് വിസിറ്റ് ചെയ്യുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസിനുമായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഇവിടെ തന്നെ ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള മറ്റ് വീടുകളും ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്